നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാനുമായി ചർച്ച നടത്തി യു എ ഇ വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാനും ഇറാന്റെ ഇസ്ലാമിക് കൺസർവേറ്റീവ് അസംബ്ലി സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബഫും തമ്മിൽ ചർച്ച. നയതന്ത്ര നീക്കങ്ങളുമായി ഗൾഫ് രാജ്യങ്ങളിൽ സന്ദർശനം തുടങ്ങി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ്. ഇറാനും അമേരിക്കയും തമ്മിൽ രണ്ടാം ഘട്ട ചർച്ചകൾക്ക് വഴിയൊരുങ്ങുന്നു. ഹോർമൂസ് കടലിടുക്കിലെ യു എസ് ഉപരോധം തുടർന്നാൽ ഗൾഫ് ചെങ്കടൽ, ഗൾഫ് ഓഫ് ഇറാൻ എന്നിവിടങ്ങളിലൂടെ കടന്നുപോകുന്ന കപ്പലുകളെ ആക്രമിക്കുമെന്ന ഭീഷണിയുമായി ഇറാൻ. വനിതാ സംവരണ ബിൽ നാളെ പാർലമെന്റിൽ. ബില്ലിനെ അനുകൂലിച്ചും മണ്ഡല പുനർനിർണയ ബില്ലിനെ എതിർത്തും വോട്ട് ചെയ്യാൻ പ്രതിപക്ഷ തീരുമാനം. വനിതാ സംവരണത്തിന്റെ മറവിൽ BJP ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നുവെന്ന് ഇന്ത്യ സഖ്യം. ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിക്കാനുള്ള നീക്കമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തമിഴ്നാട്ടിൽ നാളെ വീടുകളിൽ കരിങ്കടി ഉയർത്തി പ്രതിഷേധിക്കാൻ മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ ആഹ്വാനം. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിൽ കോളേജ് അധികൃതർക്കെതിരെ കർശന നടപടിക്ക് ഗവർണറുടെ നിർദ്ദേശം. ആരോഗ്യ സർവകലാശാല VC പ്രാഥമിക റിപ്പോർട്ട് നൽകി. നിതിന്റെ ഒരു ഓഡിയോ സന്ദേശം കൂടി പുറത്ത്. ആരോഗ്യ സർവകലാശാലയുടെ തെളിവെടുപ്പ് നാളെ. കോളേജിന്റെ മിച്ചഭൂമി ഇടപാടുകൾ റദ്ദാക്കി കണ്ണൂർ താലൂക്ക് ലാൻഡ് ബോർഡ് ഉത്തരവ്. കോളേജ് നിലനിൽക്കുന്നത് ചട്ടങ്ങൾ ലംഘിച്ച ഭൂമിയിലെന്ന് കണ്ടെത്തി. ശബരിമല യുവതീ പ്രവേശന കേസിൽ നിർണായക നിരീക്ഷണവുമായി സുപ്രീം കോടതി. ലക്ഷങ്ങൾ വിശ്വസിക്കുന്ന ആചാരം തെറ്റാണെന്ന് പറയുക കോടതിക്ക് ബുദ്ധിമുട്ടേറിയ കാര്യമെന്ന് ഭരണഘടനാ ബെഞ്ച്. യുവതീ പ്രവേശന വിലക്കിനെ പിന്തുണയ്ക്കുന്നവരുടെ വാദം കേൾക്കാതെ വിലക്ക് റദ്ദാക്കുന്നത് എങ്ങനെയെന്നും കോടതി. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷം ഇല്ലാതാക്കുന്നത് സംബന്ധിച്ച് UAEയും ഇറാനും തമ്മിൽ ചർച്ച നടത്തി. UAE വൈസ് പ്രസിഡന്റും ഇറാനിയൻ പാർലമെന്റ് സ്പീക്കറും തമ്മിലാണ് ഫോണിലൂടെ ചർച്ച നടത്തിയത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോടതി മന്ത്രിയുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാനും ഇറാന്റെ ഇസ്ലാമിക് കൺസർവേറ്റീവ് അസംബ്ലി സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബഫും തമ്മിലായിരുന്നു ചർച്ച. പ്രാദേശിക സംഭവ വികാസങ്ങളും മേഖലയിലെ സംഘർഷം കുറയ്ക്കുന്നതിനുള്ള വഴികളും ഇരുവരും ചർച്ച ചെയ്തു. അമേരിക്ക ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട മേഖലയിൽ സംഘർഷാവസ്ഥ പരിഹരിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് സൗദി അറേബ്യ, ഖത്തർ, തുർക്കി എന്നീ രാജ്യങ്ങളിൽ സന്ദർശനം തുടങ്ങി. ബുധനാഴ്ച മുതൽ 4 ദിവസത്തെ ഡിപ്ലോമാറ്റിക് ബ്ലീറ്റ്സ് ലക്ഷ്യമിട്ടാണ് പുറപ്പെട്ടത്. ഇസ്ലാമാബാദിൽ നടക്കാനിരിക്കുന്ന US ഇറാൻ സമാധാന ചർച്ചകളുടെ രണ്ടാം ഘട്ടത്തിന് മുന്നോടിയായാണ് സുപ്രധാന നീക്കം. ഏപ്രിൽ 15 മുതൽ 18 വരെയാണ് ഷെഹബാസ് ഷെരീഫിന്റെ ഔദ്യോഗിക സന്ദർശനം. നയതന്ത്ര ചർച്ചകൾക്കൊപ്പം പാകിസ്ഥാന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനുള്ള നീക്കങ്ങളും സന്ദർശനത്തിന്റെ ഭാഗമാണ്. അതേസമയം ഇറാനും അമേരിക്കയും തമ്മിൽ വീണ്ടും സമാധാന ചർച്ചകൾക്ക് കളമൊരുങ്ങുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആദ്യ വെടിനിർത്തൽ സമയപരിധി ഏപ്രിൽ 21 അവസാനിക്കാനിരിക്കെയാണ് രണ്ടാം ഘട്ട ചർച്ചകൾക്ക് വഴിയൊരുങ്ങുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ US ഉപരോധം തുടർന്നാൽ ഗൾഫ് ചെങ്കടൽ, ഗൾഫ് ഓഫ് ഇറാൻ എന്നിവിടങ്ങളിലൂടെ കടന്നുപോകുന്ന കപ്പലുകളെ ആക്രമിക്കുമെന്ന ഭീഷണിയുമായി ഇറാനും രംഗത്തെത്തിയിട്ടുണ്ട്. ഹോർമൂസിന്റെ നിയന്ത്രണവും ലബനോൻ, ഇറാഖ് എന്നിവിടങ്ങളിലേക്കുള്ള ഇസ്രായേലിന്റെ കടന്നാക്രമണവും ഉൾപ്പെടെയുള്ള നിബന്ധനകളിൽ തട്ടിയാണ് ഒന്നാം ഘട്ട ചർച്ചകൾ വഴിമുട്ടിയത്. അന്ന് ഇസ്ലാമാബാദിൽ നിന്ന് ഇരു കൂട്ടരും മടങ്ങിയെങ്കിലും ചർച്ചകളുടെ നേരിയ സാധ്യത വീണ്ടും വിലയിരുത്തപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് 2 ദിവസത്തിനുള്ളിൽ വീണ്ടും ചർച്ചകൾ നടന്നേക്കുമെന്ന സൂചന ന്യൂയോർക്ക് പോസ്റ്റിന്റെ മാധ്യമപ്രവർത്തകരോട് പങ്കിട്ടത്. അമേരിക്ക മുന്നോട്ട് വച്ച നിബന്ധനകൾ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറായാൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നാണ് ട്രംപ് പറഞ്ഞത്. ഒരു സമാധാന കരാറിലെത്തേണ്ടത് ഇറാന് ഏറെ അനിവാര്യമാണ് എന്ന് ട്രംപ് ആവർത്തിച്ചു പറയുമ്പോഴും കരാറിലെത്താനുള്ള തിടുക്കം ട്രംപിനാണ്. അതിനിടെ ഹോർമൂസ് കടലിടുക്കിലെ US ഉപരോധം തുടർന്നാൽ പേർഷ്യൻ ഗൾഫ്, ചെങ്കടൽ, ഗൾഫ് ഓഫ് ഇറാൻ എന്നീ ജലപാതകളിലൂടെയുള്ള യാതൊരുവിധ ഇറക്കുമതിയോ കയറ്റുമതിയോ ചരക്ക് നീക്കമോ അനുവദിക്കില്ലെന്ന് ഇറാൻ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. വീണ്ടും ചർച്ചകളുടെ സാധ്യത തെളിഞ്ഞതോടെ എണ്ണവിലയിൽ സ്ഥിരത തുടരുന്നുണ്ട്. ഏഷ്യൻ വിപണികളിലെല്ലാം നേട്ടത്തോടെയാണ് ഇന്ന് വ്യാപാരം തുടങ്ങിയത്. സമാന്തരമായി ലബനൻ സർക്കാരുമായി ഇസ്രായേൽ നടത്തിയ ചർച്ച വാഷിംഗ്ടണിൽ പൂർത്തിയായി. തുടർ ചർച്ചകൾ നടത്താൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. വനിതാ സംവരണ ബിൽ അവതരിപ്പിച്ച് പാസാക്കാൻ പാർലമെന്റ് സമ്മേളനം നാളെ ആരംഭിക്കുകയാണ്. വനിതാ സംവരണത്തെ അനുകൂലിക്കുന്നതായും പക്ഷേ ബില്ല് കൊണ്ടുവരുന്ന രീതിയിൽ സംശയമുണ്ടെന്നും പ്രതിപക്ഷം വ്യക്തമാക്കുന്നു. രാഷ്ട്രീയ ലക്ഷ്യത്തോടുള്ള ബില്ലിനെ എതിർക്കുമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. മണ്ഡല പുനർനിർണയത്തിൽ ആശങ്ക വേണ്ടെന്നും ഒരുമിച്ച് നിന്ന് ബില്ല് പാസാക്കുമെന്നും കേന്ദ്ര
പാസാക്കണമെന്നും ഉള്ള ആവശ്യമാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു മുന്നോട്ട് വച്ചത്. ഇനി കണ്ണൂരിലെ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ മരിച്ച നിധിന്റെ ഒരു ഓഡിയോ സന്ദേശം കൂടി പുറത്തു വന്നിട്ടുണ്ട്. വിവേചനങ്ങൾക്കിടയിലും ഒരു അധ്യാപകൻ പിന്തുണ നൽകിയതിനെക്കുറിച്ചാണ് സന്ദേശം. ആരൊക്കെ തളർത്തിയാലും താൻ ഡോക്ടറായിട്ടേ പുറത്തിറങ്ങൂ എന്ന നിശ്ചയദാർഢ്യമാണ് സുഹൃത്തിനയച്ച സന്ദേശത്തിൽ ഉള്ളത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ ഒരു അധ്യാപകൻ തനിക്ക് നല്ല പിന്തുണ നൽകിയെന്നും ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്ന് പറഞ്ഞതായും നിതിൻ സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. നിതിനെ കോളേജിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നവരെ അധ്യാപകൻ വെല്ലുവിളിച്ചതായാണ് മൊഴി. താൻ ഡോക്ടറായിട്ടേ പുറത്തിറങ്ങൂ എന്നും ആരൊക്കെ തളർത്തിയാലും അത് നേടിയെടുത്തിരിക്കുമെന്നും നിതിൻ സുഹൃത്തിനോട് പറഞ്ഞിരുന്നു. നമുക്ക് DA എക്സാം നടന്നല്ലോ ലാസ്റ്റ്. അപ്പോൾ ഒരു കൊച്ചു സാറ് കയറി വന്നില്ലേ, ഒരു വെളുത്ത ഒരു പൊക്കം കുറഞ്ഞൊരു സാറ്. അപ്പോൾ ആ സാറ് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു എന്നല്ല. അപ്പോൾ എന്നടുത്ത് പറഞ്ഞാൽ പുറത്തിറങ്ങിയിട്ട് ഇത് കാണണമെന്ന് പറയുന്നത് നമുക്കൊന്ന് കാണണമല്ലോ എന്ന് ചോദിച്ചു. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ അവരെന്തായാലും ആക്ഷൻസ് എടുക്കുമെന്ന് പറഞ്ഞു. കാരണം കുറേ കംപ്ലയിൻറ്റ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് പഠിക്കണം, ഗ്രാജുവേറ്റഡ് ആകണം, ഡോക്ടറായി ഇറങ്ങണം. അതിപ്പോൾ ഇനി ആരൊക്കെ തളർത്താണ്ടായിരുന്നെങ്കിലും അവിടെ നിന്ന് പഠിച്ചിറങ്ങാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അത് എന്തായാലും നേടിയെടുത്തിരിക്കും. നേരത്തെ പുറത്തുവന്ന സന്ദേശങ്ങളിൽ ചില അധ്യാപകരിൽ നിന്ന് താൻ നേരിട്ട ജാതി അധിക്ഷേപങ്ങളെക്കുറിച്ചും ഭീഷണികളെക്കുറിച്ചും നിതിൻ വെളിപ്പെടുത്തിയിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ഓറൽ പത്തോളജി വിഭാഗം മേധാവി ഡോക്ടർ MK രാമിനെ കോളേജ് അധികൃതർ പുറത്താക്കിയിട്ടുണ്ട്. ഡോക്ടർ സംഗീത അന്വേഷണ വിധേയമായി സസ്പെൻഷനിലുമാണ്. അധിക്ഷേപ പരാമർശങ്ങളിൽ മറ്റ് അധ്യാപകർക്കെതിരെ കൂടി പരാതി നൽകാൻ തയ്യാറെടുക്കുകയാണ് വിദ്യാർത്ഥികൾ. അമൃത ന്യൂസ്, കണ്ണൂർ. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കർശന നടപടി സ്വീകരിക്കാനാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കോളേജ് അധികൃതർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിനോട് ഗവർണർ നിർദ്ദേശിച്ചു. അതേസമയം പ്രതികളെ പിടികൂടാത്ത പോലീസ് നടപടിയിൽ ദുരൂഹതയുണ്ട് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. മരിച്ച നിതിന്റെ വീട്ടിലെത്തി മാതാപിതാക്കളെ കണ്ടതിനു ശേഷമാണ് ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ ചാൻസലർ കൂടിയായ ഗവർണറെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചത്. തുടർന്നാണ് കർശന നടപടിക്ക് ഗവർണർ നിർദ്ദേശം നൽകിയത്. ആരോഗ്യ സർവകലാശാല നിയോഗിച്ച പ്രത്യേക അന്വേഷണ സമിതി നാളെ കോളേജിലെത്തി തെളിവെടുപ്പ് നടത്തും. അതേസമയം പ്രിൻസിപ്പൽ പറയുന്നത് കള്ളത്തരമാണെന്നാണ് നിതിന്റെ സഹോദരി രാഖി പറയുന്നത്. നിതിൻ വീണ സ്ഥലത്ത് രക്തം ഉണ്ടായിരുന്നില്ല, കാലിന് പരിക്കു മാത്രമാണ് ഉണ്ടായിരുന്നത്. പ്രിൻസിപ്പൽ റൂമിൽ നടന്നത് എന്താണ് എന്നാണ് ഇനി അറിയേണ്ടത്. നിതിന്റെ ഫോൺ പ്രിൻസിപ്പൽ പിടിച്ചുവെച്ചു. നിതിന്റെ കുടുംബവുമായി മാനേജ്മെന്റ് ഇനിയും ബന്ധപ്പെട്ടിട്ടില്ല. പ്രതികളെ പിടിക്കാത്തതിൽ ദുരൂഹത തുടരുകയാണെന്നും ശരീരത്തിലെ പാടുകളിലും സംശയമുണ്ടെന്നും കുടുംബം പറയുന്നു. പ്രതികളെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നതെന്നാണ് നിതിന്റെ കുടുംബം ആരോപിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല യുവതീ പ്രവേശന കേസിൽ സുപ്രീംകോടതിയുടെ നിർണായക നിരീക്ഷണം. ലക്ഷക്കണക്കിന് ഭക്തർ വിശ്വസിക്കുന്ന ആചാരം തെറ്റാണെന്ന് കോടതികൾക്ക് എങ്ങനെ പറയാനാകുമെന്ന് ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ഭരണഘടനാ ബെഞ്ച്. സാമൂഹിക പരിഷ്കരണം എന്ന പേരിൽ മതത്തിന്റെ അന്തസത്ത ഇല്ലാതാക്കാനാകില്ല എന്നും വാദത്തിനിടെ കോടതി ചൂണ്ടിക്കാട്ടി. ഗൾഫ് വാർത്തകൾ നോക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമെന്ന റെക്കോർഡ് ലക്ഷ്യമിട്ട് നിർമ്മാണം പുരോഗമിക്കുന്ന ജിദ്ദ ടവർ 100 നിലകൾ പിന്നിട്ട് ചരിത്ര നേട്ടം കൈവരിച്ചതായി റിപ്പോർട്ടുകൾ. 2018 നിർമ്മാണം താൽക്കാലികമായി നിലച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ വർഷം പണി പുനരാരംഭിച്ചതോടെ അതിവേഗത്തിലാണ് ഈ വിസ്മയ ഗോപുരം ഉയരുന്നത്. പൂർത്തിയാകുമ്പോൾ 1 കിലോമീറ്ററിലധികം ഉയരമുണ്ടാകുന്ന ഈ കെട്ടിടം നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടമായ ദുബായിലെ ബുർജ് ഖലീഫയേക്കാൾ ഏകദേശം 180 മീറ്ററോളം ഉയരമുള്ളതായിരിക്കും. സൗദി അറേബ്യയുടെ വികസന കുതിപ്പിന്റെ പ്രതീകമായി മാറുന്ന ജിദ്ദ ടവർ ആധുനിക എഞ്ചിനീയറിംഗിന്റെയും ആർക്കിടെക്ചറിന്റെയും ഉത്തമ ഉദാഹരണമാണ്. ജിദ്ദ ഇക്കണോമിക് സിറ്റിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗോപുരത്തിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒബ്സർവേഷൻ ഡെസ്കുകൾ, ആഡംബര ഹോട്ടലുകൾ, ലോകോത്തര നിലവാരത്തിലുള്ള ഓഫീസുകൾ എന്നിവ ഉൾപ്പെടും. ബുർജ് ഖലീഫയുടെ ആർക്കിടെക്റ്റായ എഡ്രിയാൻ സ്മിത്ത് തന്നെയാണ് ജിദ്ദ ടവറും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നിർമ്മാണം ഇതേ വേഗതയിൽ തുടരുകയാണെങ്കിൽ 2028ഓടെ പൂർത്തിയാക്കി കെട്ടിടം തുറന്നു കൊടുക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. UAE-യിലെ വിദ്യാലയങ്ങളോടനുബന്ധിച്ചുള്ള ക്യാൻറ്റീനുകളിൽ ജങ്ക് ഫുഡുകൾക്ക് നിരോധനം ഏർപ്പെടുത്തി. വിദ്യാർത്ഥികളുടെ ആരോഗ്യ സുരക്ഷ കണക്കിലെടുത്താണ് നടപടി. ഇത് സംബന്ധിച്ച നിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യവകുപ്പും സംയുക്തമായി പുറത്തിറക്കി. കൃത്രിമ മധുരം ചേർത്ത പാനീയങ്ങൾക്കും വിലക്കുണ്ട്. പോഷക ഗുണം കുറവുള്ളതും കൊഴുപ്പേറെയുള്ളതുമായ ചിപ്സുകൾ, ചോക്ലേറ്റുകൾ, കാർബണേറ്റഡ് ഡ്രിങ്കുകൾ, എനർജി ഡ്രിങ്കുകൾ എന്നിവയെല്ലാം ഒഴിവാക്കണം. പാലുൽപ്പന്നങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, ഫ്രൂട്ട് ജ്യൂസുകൾ എന്നിവ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കാം. നിർദ്ദേശം പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനുള്ള പരിശോധനകളും നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു.
ഈ വർഷത്തെ ഹജ്ജുമായി ബന്ധപ്പെട്ട് മക്കയിലേക്ക് പോകുന്നവർ ഹജ്ജ് പെർമിറ്റ് വ്യവസ്ഥ ലംഘിക്കുകയാണെങ്കിൽ 1 ലക്ഷം റിയാൽ പിഴയും നാടുകടത്തലും വീണ്ടും രാജ്യത്തേക്ക് പ്രവേശന വിലക്കും ലഭിക്കുമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. പെർമിറ്റില്ലാതെ ഹജ്ജ് നിർവഹിക്കാൻ ശ്രമിച്ചപ്പോഴോ പിടിയിലാകുന്നവർക്ക് 20,000 റിയാൽ പിഴ ചുമത്തും. ദുൽഹിജ്ജ് 1 മുതൽ ദുൽഹജ്ജ് 14 വരെയുള്ള ദിവസങ്ങളിൽ മക്ക നഗരത്തിലേക്കും പുണ്യസ്ഥലങ്ങളിലേക്കും പ്രവേശിക്കാൻ ശ്രമിക്കുകയോ താമസിക്കുകയോ ചെയ്യുന്ന വിസിറ്റിംഗ് വിസക്കാർക്കും ഇതേ പിഴ ലഭിക്കും. കുവൈറ്റിലെ ഇന്ത്യൻ എംബസി വഴി നൽകി വരുന്ന സൗദി ട്രാൻസിറ്റ് വിസ സേവനം നിർത്തിവെച്ചതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്ന തീരുമാനം വരാനിരിക്കുന്ന ഹജ്ജ് സീസൺ പ്രമാണിച്ചാണ് കൈക്കൊണ്ടിരിക്കുന്നത്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ എംബസികൾ വഴി വിസ നടപടികൾ ഉണ്ടായിരിക്കില്ല. സൗദി അറേബ്യ വഴി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വിസ സംബന്ധമായ വിവരങ്ങൾക്കും ഇമിഗ്രേഷൻ നടപടികൾക്കുമായി തങ്ങൾ യാത്ര ചെയ്യുന്ന എയർലൈൻസുകളുമായി നേരിട്ട് ബന്ധപ്പെടേണ്ടതാണ്. യാത്രയ്ക്ക് മുമ്പായി വിസയുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ഉറപ്പുവരുത്തണമെന്നും എംബസി നിർദ്ദേശിച്ചു. കുവൈറ്റിൽ നിന്നും നേരിട്ടുള്ള വിമാന സർവീസുകൾ ഇല്ലാത്തതിനാൽ സൗദി വഴിയാണ് നാട്ടിലേക്ക് പോകുന്നത്. ഇതിനായി സൗദി ട്രാൻസിറ്റ് വിസയാണ് ആശ്രയിച്ചിരുന്നത്. എന്നാൽ നിലവിൽ വിസ ലഭിച്ചവർക്ക് യാത്ര ചെയ്യുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാകില്ല. കുവൈറ്റിൽ ടെലികമ്മ്യൂണിക്കേഷന്റെ 4 പുതിയ സേവനങ്ങൾ ഇനി മുതൽ സഹൽ ആപ്പ് വഴി ലഭ്യമാകും. ഉപയോക്താക്കൾക്ക് അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ ഫോൺ നമ്പറുകളും കാണാൻ അനുവദിക്കുന്നതാണ്. ഇതിൽ ഒന്നാമത്തേത് സജീവമായ ഫോൺ താൽക്കാലികമായി നിർജ്ജീവമാക്കുക, സജീവമായ ഫോൺ ശാശ്വതമായി നിർജ്ജീവമാക്കുക, താൽക്കാലികമായി വിച്ഛേദിക്കപ്പെട്ട ഫോൺ വീണ്ടും സജീവമാക്കുക, താൽക്കാലികമായി വിച്ഛേദിക്കപ്പെട്ട ഫോൺ ശാശ്വതമായി നിർജ്ജീവമാക്കുക എന്നിവയാണ് മറ്റ് സേവനങ്ങൾ. സഹൽ ആപ്ലിക്കേഷന്റെ ടെലിഫോൺ സേവനങ്ങൾ വിഭാഗത്തിലെ നിലവിലുള്ള ഫോണുകൾ സജീവമാക്കുക അല്ലെങ്കിൽ നിർജ്ജീവമാക്കുക എന്ന വിഭാഗത്തിലാണ് ഈ സേവനങ്ങൾ ലഭിക്കുക. ഇതുവഴി സേവന കേന്ദ്രങ്ങൾ സന്ദർശിക്കാതെ തന്നെ വരിക്കാർക്ക് അവരുടെ പേരിലുള്ള ഫോൺ നമ്പറുകൾ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ദുബായ് നഗരത്തെ അടയാളപ്പെടുത്തുന്ന പ്രധാന നിർമ്മിതികളിലൊന്നായ ബുർജ് അൽ അറബ് ഹോട്ടലിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുന്നു. 18 മാസം നീണ്ടു നിൽക്കുന്നതാവും നിർമ്മാണ പ്രവർത്തനങ്ങളെന്ന് ഹോട്ടലിന്റെ നടത്തിപ്പുകാരായ ജുമൈറ ഗ്രൂപ്പ് അറിയിച്ചു. 1999 തുറന്നതിനു ശേഷം ബുർജ് അൽ അറബിൽ ആദ്യത്തെ പ്രധാന പുനരുദ്ധാരണ പ്രവർത്തനങ്ങളാണിത്. ലോകമെമ്പാടുമുള്ള ആർക്കിടെക്റ്റുകളിൽ നിന്നും കർശനമായ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുത്ത ഫ്രഞ്ച് ഇന്റീരിയർ ആർക്കിടെക്ട് ടിസ്റ്റനോവർ ആയിരിക്കും പദ്ധതിക്ക് നേതൃത്വം നൽകുക. പാരീസിലെ ഹോട്ടൽ ഡി ക്രിലോൺ ഉൾപ്പെടെയുള്ള പ്രശസ്തമായ നിർമ്മിതികൾ പുനർനിർമ്മിച്ചതിൽ പങ്കുവഹിച്ച ആർക്കിടെക്റ്റാണ് ടിസ്റ്റനോവർ. 198 അത്യാഡംബര സ്യൂട്ട് റൂമുകളാണ് ബുർജ് അൽ അറബിൽ ഉള്ളത്. സൗദി അറേബ്യയിലെ ശുദ്ധജല ആവാസ വ്യവസ്ഥയിൽ വംശനാശ ഭീഷണി നേരിടുന്ന അപൂർവ മത്സ്യങ്ങളെ സംരക്ഷിക്കുന്നതിനായി ദേശീയ വന്യജീവി വികസന കേന്ദ്രം വിപുലമായ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. രാജ്യത്തെ താഴ്വരകളിൽ മാത്രം കാണപ്പെടുന്ന അപൂർവ ഇനങ്ങളുടെ പ്രജനനവും അവയെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലേക്ക് തിരികെ എത്തിക്കുന്നതും ലക്ഷ്യമിട്ടുള്ള ആദ്യത്തെ ദേശീയ പരിപാടിയാണിത്. അറേബ്യൻ ബ്രീം, അറേബ്യൻ റെഡ് സ്നാപ്പർ എന്നീ 2 പ്രധാന മത്സ്യ ഇനങ്ങളെയാണ് ഈ ഘട്ടത്തിൽ പദ്ധതി ലക്ഷ്യമിടുന്നത്. പൂത്തുലഞ്ഞ കണിക്കൊന്ന പോലെ എല്ലാവരിലും സന്തോഷമെത്തിക്കുന്ന ആഹ്ലാദത്തിന്റെ ഉത്സവമാണ് വിഷുവെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. സമൃദ്ധിയുടെ ദിനങ്ങൾ നേരുന്ന വിഷു പ്രകൃതി സൗഹൃദമായി ജീവിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നുവെന്ന് അമ്മ പറഞ്ഞു. പ്രകൃതിയുടെ ഭാഗമായ മനുഷ്യർ പ്രകൃതിയെ സ്നേഹിക്കണം. സ്നേഹവും ഒരുമയുമുള്ള കുടുംബ ബന്ധങ്ങൾ ഉണ്ടാകണം എന്ന സന്ദേശമാണ് വിഷുക്കണി നൽകുന്നത്. പ്രപഞ്ചശക്തിയെ ഓർമ്മിച്ചാകണം ഓരോ ദിവസത്തിൻ്റെയും തുടക്കം. മനസ്സിൽ പ്രതീക്ഷകൾ നിറയ്ക്കാനും നല്ലൊരു തുടക്കത്തിനും ഈ വിഷുവിൽ എല്ലാവർക്കും സാധ്യമാകട്ടെ എന്നും അമ്മ ആശംസിച്ചു. അടിമുടി പൂത്തുലി നിൽക്കുന്ന കണിക്കുന്ന പോലെ എല്ലാവർക്കും സന്തോഷമാകുന്ന ആഘോഷമാണ് വിഷു. സമ്പൽ സമൃദ്ധിയുടെയും പ്രകൃതി പരിപാലനത്തിൻ്റെയും സന്ദേശമായിട്ടാണ് ഓരോ വിഷുവും കടന്നു വരുന്നത്. പ്രകൃതിയുടെ ഇണങ്ങിയുള്ളൊരു ജീവിതം, ആരോഗ്യപരമായ ഒരു ജീവിതചര്യ, ഐക്യവും സ്നേഹവും തുടിക്കുന്ന കുടുംബജീവിതം, ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് ഓരോ ദിവസവും ആരംഭിക്കണം എന്നുള്ള കുടുംബ പാഠം, ഇവിടെയെല്ലാം സന്ദേശം വിഷുക്കണി ഉൾക്കൊള്ളുന്നു. വിഷു നൽകുന്ന മറ്റൊരു പ്രധാനമായ സന്ദേശം പ്രകൃതിയെ സ്നേഹിക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണ്. പക്ഷികൾ, വൃക്ഷങ്ങൾ, മൃഗങ്ങൾ തുടങ്ങിയ എല്ലാ ജീവങ്ങളുമായി നമ്മൾ ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതം അവരുടെ ജീവിതമായി താളലയത്തിൽ വർദ്ധിക്കുമ്പോഴാണ് ആരോഗ്യപൂർണ്ണമായ ഒരു ജീവിതം നമുക്ക് സാധ്യമാകുന്നത്. മാത്രമല്ല, പ്രകൃതി സകല ചരാചരങ്ങളും പരസ്പര ആശ്രയത്തിലാണ് നിലകൊള്ളുന്നത്. പ്രകൃതിയിൽ സസ്യങ്ങളും വൃക്ഷങ്ങളും മൃഗങ്ങളും നിലനിൽക്കുന്നതുകൊണ്ടാണ് മനുഷ്യ ജീവിതം സാധ്യമാകുന്നത്. അവയില്ലെങ്കിൽ മനുഷ്യവില്ല, മനുഷ്യ സംസ്കാരവും ഇല്ല. പരസ്പര സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും ഐക്യത്തിന്റെയും പഴയതും പുതിയതുമായ തലമുറകളെ ബന്ധിപ്പിക്കുന്നതിന്റെയും പ്രതീകമാണ് വിഷു.
ഇത് കേവലം ഒരു ആചാരമോ ആഘോഷമോ മാത്രമല്ല, ദൈനംദിന ജീവിതത്തിൽ ഓരോരുത്തരും അനുഷ്ഠിക്കേണ്ട മഹത്തായ ഒരു ജീവിത സന്ദേശം കൂടി അതിൽ അടങ്ങിയിട്ടുണ്ട്. പ്രകാശമാനമായ ഒരു ജീവിതത്തിന്റെ ശുഭാരംഭത്തെ സൂചിപ്പിക്കുന്നതാണ് വിഷു. ചുറ്റിനും ഇരുട്ടാണെന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ പോലും പ്രകാശം കാണാനുള്ള മനസ്സിന്റെ ശക്തിയുടെയും വിശാലതയുടെയും സന്ദേശമാണ് വിഷു നൽകുന്നത്. ആ യാത്ര ഇപ്പോൾ ഇവിടെ തുടങ്ങാൻ നമുക്ക് കഴിയട്ടെ. പ്രകൃതിയോടും ജീവജാലങ്ങളോട് സ്നേഹബന്ധം വളർത്താനും പ്രകൃതി താളലയം വീണ്ടെടുക്കാനുള്ള കർമ്മങ്ങളിൽ മുഴുകാനും അങ്ങനെ ഭൗതികമായും ആത്മീയമായും വികസിക്കാനും നമുക്കെല്ലാം കഴിയട്ടെ. മക്കളെല്ലാം അനുഗ്രഹിക്കും. നാടെങ്ങും വേനൽ ചൂടിൽ വെന്തുരുകുമ്പോൾ മണ്ണിൽ ജീവന്റെ വിത്തുപാകി ഹരിതസുരഭിലമായ ഭൂമിയെ വീണ്ടെടുക്കുവാൻ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി മാനവരാശിക്ക് നൽകിയ മഹത്തായ സന്ദേശമാണ് വിഷുത്തൈനീട്ടം. കാലാതിവർത്തിയായ അമ്മയുടെ ഈ ആശയം ഇന്ന് ലോകം മാതൃകയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ വിഷുക്കാലത്തും നാണയത്തുട്ടുകൾക്കപ്പുറം വരും തലമുറയ്ക്കായി ഒരു പച്ചപ്പും കുളിർമയും സമ്മാനിക്കുകയാണ് മാതാ അമൃതാനന്ദമയി മഠം. വിഷു എന്ന് കേൾക്കുമ്പോൾ മലയാളിയുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് കണിവെള്ളരി, കൊന്നപ്പൂക്കൾ, പിന്നെ കൈനീട്ടം. എന്നാൽ ഈ പതിവിന് ഒരു പുതുവ്യാഖ്യാനം നൽകുകയാണ് വിഷുത്തൈനീട്ടം. നാണയത്തുട്ടുകൾക്കപ്പുറം വരും തലമുറയ്ക്കായി ഒരു പച്ചപ്പും കുളിർമയും സമ്മാനിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാതാ അമൃതാനന്ദമയി മഠം ഈ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. മനുഷ്യൻ പ്രകൃതിയെ മറക്കുമ്പോൾ സ്വന്തം നിലനിൽപ്പിനെയാണ് അപകടത്തിലാക്കുന്നത്. അമ്മയുടെ ഈ വാക്കുകളാണ് വിഷുത്തൈനീട്ടം പദ്ധതിയുടെ പ്രചോദനം. വിഷുക്കണിയോടൊപ്പം ഇനി ഒരു വൃക്ഷക്കണിയും. ഭൂമിയെ സ്വർഗഭൂമിയാക്കുക എന്ന ലക്ഷ്യത്തോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പ്രതിവർഷം ലക്ഷക്കണക്കിന് വൃക്ഷത്തൈകളാണ് ആയുധങ്ങളുടെ നേതൃത്വത്തിൽ നട്ടുപിടിപ്പിക്കുന്നത്. പ്രകൃതി സംരക്ഷണവും വനവൽക്കരണവും അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണവും മുൻനിർത്തിക്കൊണ്ട് മാതാ അമൃതാനന്ദമയി മഠം നമ്മുടെ ഗുരുവായ അമ്മയുടെ അനുഗ്രഹത്താൽ ആരംഭിച്ച പദ്ധതിയാണ് വിഷുത്തൈനീട്ടം. 2026 വിഷുത്തൈനീട്ടം പ്രൗഢഗംഭീരമായി തന്നെ ആശ്രമത്തിൽ നടത്തുകയുണ്ടായി. ഈ വർഷത്തെ നമ്മുടെ മുഖ്യ ഉദ്ദേശ്യമാണ് സഹജീവനം സഞ്ജീവനം എന്നത്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഈ ലോകത്ത് ജീവിക്കുവാനുള്ള അവകാശമുണ്ട്. പക്ഷിമൃഗാദികൾക്കും തരുലതാദികൾക്കുമെല്ലാം നമ്മോടൊപ്പം മനുഷ്യരോടൊപ്പം ഈ ലോകത്ത് ജീവിക്കുവാനുള്ള അവകാശമുണ്ട്. ആ ഒരു കാര്യത്തെ ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് എല്ലാത്തിനെയും സഹായിക്കാം, എല്ലാവരെയും സഹായിക്കാം. അങ്ങനെ സഹവർത്തിത്വത്തിൻ്റെ ആ ഒരു മനോഹരമായ സന്ദേശം നമുക്ക് മാനവരാശിക്ക് അമ്മയുടെ അനുഗ്രഹത്തോടെ പകർന്നു നൽകാം. ഈ വർഷം ചങ്ങാതി ചെടികൾ പുഞ്ചിരിപ്പൂക്കൾ എന്ന സന്ദേശത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനവും ഭീഷണി ഉയർത്തുന്ന ഇന്നത്തെ കാലത്ത് വിഷുത്തൈനീട്ടം ഒരു ചടങ്ങ് മാത്രമല്ല, ഭൂമിയെ തിരിച്ചുപിടിക്കാനുള്ള ഒരു മൗന വിപ്ലവമാണ്. ആശ്രമത്തിൽ നടന്ന വിഷുദിനാഘോഷത്തിൽ വിദേശികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ഭക്തരും സന്യാസികളും ആശ്രമവാസികളും പങ്കെടുത്തു. വിഷുത്തൈനീട്ടത്തിന്റെ ഭാഗമായി വിതരണം ചെയ്ത വൃക്ഷത്തൈകൾ മഠത്തിന്റെ യുവജന സംഘടനയായ അയുധ് പ്രതിനിധികൾ അമ്മയിൽ നിന്ന് ഏറ്റുവാങ്ങി. പ്ലാസ്റ്റിക് പൂർണ്ണമായി ഒഴിവാക്കി ജൈവരീതിയിൽ തയ്യാറാക്കിയ ചെടിച്ചട്ടികളിലാണ് തൈകൾ വിതരണം ചെയ്തത്. വിഷുവിന് കണിവെക്കുമ്പോൾ ഒരു വൃക്ഷത്തൈ കൂടി കണിവെക്കാനും കൈനീട്ടത്തോടൊപ്പം ഒരു തൈ കൂടി സമ്മാനിക്കാനും പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. അമൃതപുരിയിൽ നടന്ന വിഷുത്തൈനീട്ടം ചടങ്ങിൽ പ്രമുഖരും പങ്കെടുത്തു. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ജിതുലാൽ മീണ, ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മനോജ് കുമാർ സൊന്താലിയ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സാന്നിധ്യം വഹിച്ചു. നാണയത്തെക്കാൾ വിലപിടിപ്പുള്ളത് നാളെയുടെ പച്ചപ്പ് തന്നെയാണ്. അത് സമ്മാനിക്കുകയാണ് വിഷുത്തൈനീട്ടം. അമൃത ന്യൂസ്, കൊല്ലം. സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിൽ. വൈദ്യുതി ആവശ്യകത 6012 മെഗാവാട്ടായി ഉയർന്നു. ഈ മാസം 13-ന് രേഖപ്പെടുത്തിയ 5933 മെഗാവാട്ട് എന്ന റെക്കോർഡാണ് തിരുത്തപ്പെട്ടത്. കടുത്ത വേനൽ ചൂടിൽ സംസ്ഥാനം വലയുമ്പോൾ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിൽ. ചൂട് വർദ്ധിച്ചതോടെ വീടുകളിലും സ്ഥാപനങ്ങളിലും AC, കൂളർ തുടങ്ങിയ ഉപകരണങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചതോടെയാണ് ഈ കുതിച്ചുചാട്ടം. ഇന്നലത്തെ ആകെ വൈദ്യുതി ഉപയോഗം 112.52 ദശലക്ഷം യൂണിറ്റാണ്. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം ചരിത്രത്തിലാദ്യമായി 6000 മെഗാവാട്ട് പിന്നിട്ടു. ഇന്നലെ വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകത 6012 മെഗാവാട്ടാണ്. ഈ മാസം 13-ന് രേഖപ്പെടുത്തിയ
രേഖപ്പെടുത്തിയ 5933 എന്ന മുൻകാല റെക്കോർഡ് ഇതോടെ തിരുത്തപ്പെട്ടു. വൈദ്യുതി ഉപഭോഗം വർദ്ധിപ്പിച്ചത് KSEBയെ കടുത്ത ആശങ്കയിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് പ്രതിദിനം 8 ദശലക്ഷം യൂണിറ്റിന്റെ വർധനവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാനാണ് KSEBയുടെ നീക്കം. വൈദ്യുതി വിതരണത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഉപഭോക്താക്കൾ ജാഗ്രത പാലിക്കണമെന്ന് KSEB ആവശ്യപ്പെട്ടു. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 11 മണി വരെയുള്ള പീക്ക് സമയങ്ങളിൽ വൈദ്യുതി ഉപയോഗം പരമാവധി കുറയ്ക്കണം. ഈ സമയത്ത് ആവശ്യമില്ലാത്ത ലൈറ്റുകൾ അണയ്ക്കാനും മോട്ടോർ, വാഷിംഗ് മെഷീൻ എന്നിവ പോലുള്ള വലിയ തോതിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാതിരിക്കാനും ശ്രദ്ധിക്കണമെന്ന് KSEB അഭ്യർത്ഥിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക്. NDA സഖ്യത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. തമിഴ്നാട്ടിൽ മാറ്റത്തിന്റെ കാറ്റ് വീശുന്നുണ്ട് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. NDA സഖ്യത്തിന് തമിഴ്നാട്ടിൽ നോ എൻട്രി എന്ന് MK സ്റ്റാലിൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക നാളെ പുറത്തിറക്കുമെന്ന് തമിഴക വെട്രിക്കഴകം വ്യക്തമാക്കി. കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിലിൽ വെപ്പുമൂട് ജംഗ്ഷൻ മുതൽ വടശ്ശേരി വരെ നടന്ന പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി K പളനിസ്വാമി, BJP സംസ്ഥാന അധ്യക്ഷൻ നയിനാർ നാഗേന്ദ്രൻ, K അണ്ണാമലൈ തുടങ്ങിയവർ റോഡ് ഷോയിൽ പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. DMK സർക്കാരിന്റെ ഭരണം അവസാനിപ്പിക്കുമെന്നും തമിഴ്നാട്ടിൽ മാറ്റത്തിന്റെ കാറ്റ് വീശുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഏപ്രിൽ 23-ന് വോട്ടെടുപ്പ് നടക്കാനിരിക്കെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം BJP AIADMK സഖ്യത്തിന് വലിയ ആവേശമാണ് പകരുന്നത്. അതേസമയം 2 ദ്രാവിഡ പാർട്ടികൾ തമ്മിലുള്ള പതിവ് മത്സരമല്ല, മറിച്ച് തമിഴ്നാടും ഡൽഹിയും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വ്യക്തമാക്കി. കേന്ദ്രത്തിന്റെ റിമോട്ട് കൺട്രോൾ തമിഴ്നാട്ടിൽ പ്രവർത്തിക്കില്ലെന്നും BJP AIADMK സഖ്യത്തിന് തമിഴ്നാട്ടിൽ നോ എൻട്രി എന്നും സ്റ്റാലിൻ പറഞ്ഞു. അതിനിടെ ചെന്നൈ നഗരത്തിൽ വില്ലിവാക്കം, ടി നഗർ, അണ്ണാനഗർ എന്നീ മണ്ഡലങ്ങളിൽ നടക്കേണ്ടിയിരുന്ന TVKയുടെ പരിപാടികൾക്ക് തടസ്സം നേരിട്ടു. വില്ലിവാക്കത്തെ പ്രചാരണ സമയം 4 മണിക്കൂറിൽ നിന്ന് 1 മണിക്കൂറാക്കി പോലീസ് വെട്ടിച്ചുരുക്കി. കുറഞ്ഞ സമയം കൊണ്ട് ജനങ്ങളെ കാണാൻ സാധിക്കില്ല എന്നതിനാൽ TVK നേതൃത്വം പരിപാടി വേണ്ടെന്ന് വെച്ചു. DMK സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പോലീസ് പ്രചാരണങ്ങൾക്ക് തടസ്സം നിൽക്കുന്നതെന്ന് TVK ആരോപിച്ചു. പ്രചാരണ പരിപാടികൾക്ക് തടസ്സമുണ്ടെങ്കിലും നാളെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കുമെന്ന് TVK അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത TV. കൊടും ചൂടിൽ വലഞ്ഞ സംസ്ഥാനം. പാലക്കാട് ജില്ലയിൽ ഞായറാഴ്ച വരെ താപനില 40 ഡിഗ്രി സെൽഷ്യസായി ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടുക്കി, വയനാട് ജില്ലകൾ ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും നിലവിൽ യെല്ലോ അലർട്ടാണ്. വേനൽ മഴ ലഭിച്ചിട്ടും സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന ചൂടിന് യാതൊരു കുറവുമില്ല. വരും ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ താപനില ഇനിയും ഉയരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. കൊല്ലം ജില്ലയിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയം ജില്ലയിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ താപനില 36 ഡിഗ്രി സെൽഷ്യസായി ഉയരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നിലവിൽ ഇടുക്കി, വയനാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. പകൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. IPL-ൽ വ്യാഴാഴ്ച പഞ്ചാബ് കിങ്സിനെതിരായ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് താരം രോഹിത് ശർമ്മ കളിച്ചേക്കില്ലെന്ന് സൂചന. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരായ മത്സരത്തിനിടെ ഏറ്റ പേശി വലിവാണ് താരത്തിന് തിരിച്ചടിയായത്. സീസണിൽ ഇതുവരെ കളിച്ച 4 മത്സരങ്ങളിൽ നിന്ന് 137 റൺസുമായി മികച്ച ഫോമിലായിരുന്നു രോഹിത്. പോയിന്റ് പട്ടികയിൽ 9ാം സ്ഥാനത്തുള്ള മുംബൈക്ക് രോഹിത്തിന്റെ അഭാവം വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയേക്കും. രോഹിത് കളിച്ചില്ലെങ്കിൽ ക്വിന്റൻ ഡി കോക്ക് ഓപ്പണറായി ടീമിലേക്ക് തിരിച്ചെത്തിയേക്കും. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.